നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാസ്പോർട്ട് അവിടെ കാണുന്നില്ല. കാണുന്നില്ലേ? പാസ്പോർട്ട് കാണുന്നില്ലെന്നോ? അതെവിടെ പോയി? ഞാൻ ദാ മുറി തന്നെയാണല്ലോ വെച്ചിരുന്നത്. ഞാനവിടെ നോക്കിയിട്ട് കണ്ടില്ല. നീ ശരിക്കും നോക്കിയോ പാർവതി? അവിടെ മുഴുവനും ഞാൻ അരിച്ചു പെറുക്കി നോക്കിയതാ. അവിടെ എങ്ങും ഇല്ല ഗാർഗി. ഈ നേരമില്ലാത്ത നേരത്ത് പാസ്പോർട്ട് അവിടെ തന്നെ വെച്ചിരുന്നാണല്ലോ. പിന്നെ അത് എവിടെ പോവാനാ? നീ അതെ ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടാവില്ല. വിശാൽ സർ, ഞാൻ ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. ഉദയനൂർ അമ്മയാണ് സത്യം. അപ്പൊ പിന്നെ പാസ്പോർട്ട് എവിടെ പോയി? എന്തോ നിന്റെ മുറിയിൽ വെച്ചിരുന്ന പാസ്പോർട്ട് അവിടെ നിന്ന് എങ്ങോട്ട് പോവാനാ? എനിക്കറിയില്ല. പ്രതാപനങ്ങൾ, പാർവതി സിംഗപ്പൂരിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ വല്ല കുരുട്ടുബുദ്ധിയും പ്രയോഗിച്ചോ? ദേ, ആ പാസ്പോർട്ട് എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അവർക്ക് തിരിച്ചു കൊടുത്തേക്ക്. നീ വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുത്. എന്റെ വിധം മാറും, പറഞ്ഞേക്കാം. എനിക്കെന്തിനാ അവളുടെ പാസ്പോർട്ട്? ദേ, ഇവൾ അശ്രദ്ധയോടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടാവും. ഇനി അത് എവിടെ പോയി തിരയും? ഫ്ലൈറ്റിനാണെങ്കിൽ നേരാവുന്നു. പാർവതി, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക, പാസ്പോർട്ട് ആ മുറിയിൽ ഇല്ലെന്ന് ഉറപ്പാണോ? ഇല്ല വിശാൽ സർ, സത്യം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ചേച്ചി, എന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.